ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ബട്ടർ സ്കോച്ചിൻ്റെ പുഡിംഗ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. എളുപ്പ പരിപാടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എങ്ങനെയാണെന്ന് കണ്ടാലോ. ആദ്യം നമുക്ക് അതിനായിട്ട് കുറച്ചൊരു പ്രളയം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു 10 കാഷ്യൂ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബദാം ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. ഇനി അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി സെയിം പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അന്നേരം ഒന്നും അത് തൊടയേ ചെയ്യരുത് കേട്ടോ. അത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് അത് ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുക. ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂസ് ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കാഷ്യൂ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബട്ടർ സ്പ്രെഡ് ചെയ്തൊരു പാത്രത്തിലേക്കോ എന്തിലേക്കെങ്കിലും ഒന്ന് മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ആ ബട്ടറിൻ്റെ പാക്കറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കുകയാണ് ചെയ്തത്. അതിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റി വയ്ക്കുക. അത് നന്നായിട്ട് ചൂടാറി കഴിയട്ടെ. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയും അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കാരമൽ സോസ് തയ്യാറാക്കി എടുക്കാനാണ് കേട്ടോ. പഞ്ചസാരയെല്ലാം നന്നായിട്ട് മെൽറ്റായി അതും ഒരു ചെറിയ ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ഒരു 50 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. നെയ്യാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ചേർത്താൽ മതിയാകും കേട്ടോ. ഇതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറുതായിട്ടൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകും. അതൊന്ന് ശ്രദ്ധിച്ച് നിന്ന് വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ബട്ടറെല്ലാം നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാല് ചേർക്കുമ്പം ശ്രദ്ധിക്കുക, ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പാല് ചേർക്കുമ്പോഴും നന്നായിട്ടൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകും. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും കേട്ടോ. അവസാനം കുറച്ച് കഴിയുമ്പോൾ ഈ പതയെല്ലാം അങ്ങ് അടങ്ങി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു തവ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 4 സ്ലൈസ് ബ്രെഡൊന്ന് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഈ ബ്രെഡൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് കളർ മാറുകയോ ഡ്രൈ ആവുകയോ ഒന്നും വേണ്ട കേട്ടോ. തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് ചെറുതായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഈ ചൂടായ ബ്രെഡിനെ എടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ബ്രെഡ് ക്രംസിന് എടുക്കുന്നത് പോലെ അത്രയും അങ്ങ് പൗഡർ പോലെ ആക്കി എടുക്കരുത്. ഇത് കുറച്ച് തരിയായിട്ട് വേണം കിടക്കാനായിട്ട്. ഇതേപോലെ ആക്കി എടുക്കാം. ഇനി നമുക്ക് അതിനെ മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ കാരമൽ സോസ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബീറ്റർ വെച്ച് നന്നായിട്ട് ഇതിനെ അടിച്ചൊന്ന് പതപ്പിച്ചെടുക്കാം. ഒരുപാട് പതഞ്ഞൊന്നും വരില്ല. എന്നാൽ ഇത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കളർ ഒന്ന് ലൈറ്റായിട്ട് വരും. അപ്പോൾ നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 2 മുട്ടയാണ് ചേർക്കേണ്ടത്. ഓരോ മുട്ട വീതം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഒരു മുട്ട ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അടുത്തൊരു മുട്ട കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. 2 മുട്ട ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബീറ്റർ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു വിസ്ക് വെച്ച് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ബ്രെഡ് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് 1-2 തവണയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ബ്രെഡെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പ്രലൈൻ ഉണ്ടല്ലോ, അതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ചെറിയ പീസാക്കി ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് പ്രലൈൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മുടെ ഈ ബാറ്റർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്തതിന് ശേഷം മുകൾ ഭാഗത്ത് വീണ്ടും കുറച്ചുകൂടി പ്രലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റ് ആകുമ്പോഴേക്കും കുക്കായി കിട്ടും. നല്ലൊരു മണം വരും കേട്ടോ. ഇനി നമുക്കൊരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കുക. അതിൽ തീരെ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതിൽ നിങ്ങൾ മസ്റ്റായിട്ടും ബട്ടർ പേപ്പർ തന്നെ വെക്കണം കേട്ടോ.
നമ്മൾ ബട്ടർ പേപ്പർ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് പ്രളയം ഇടരുത് കേട്ടോ. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. എനിക്ക് ഇതിൽ നിന്ന് വിട്ട് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം ഞാൻ കട്ട് ചെയ്താണ് എടുത്തതേ. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? കട്ട് ചെയ്ത് കഴിക്കാം. യമ്മി യമ്മി, അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ ആണ്. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.